അങ്ങനെ 2025 കഴിയാണ്. സോ ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ കുറച്ച് സിനിമകളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എൻ്റെ ടോപ്പ് പിക്സ് മാത്രമാണ് ഈ വർഷത്തെ എന്നും പറയാം. ആൻഡ് ഓൾറെഡി 2025 മികച്ച ഹൊറർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ചെയ്തിരുന്നു. കാരണം അത് തന്നെയുണ്ട് ഒരു 10-15 എണ്ണം. സോ അത് ഞാൻ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫ്രാങ്കൻസ്റ്റൈനും നമ്മുടെ സിന്നേഴ്സ് പോലെയുള്ള സിനിമകൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മിക്ക ഹൊറർ സിനിമകളും ഞാൻ അതിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഹൊറർ സിനിമകളൊക്കെ കാണുന്നുള്ളവർക്ക്. സോ നമുക്ക് മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ മികച്ച പിക്സ് എന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് ലോക, ദെൻ എക്കോ, ദെൻ ബേസിലിൻ്റെ പൊന്മാൻ, ദെൻ തമിഴിൽ നിന്ന് ടൂറിസ്റ്റ് ഫാമിലി, ബൈസൺ കാലമാടൻ, ദെൻ ഹിന്ദി ചിത്രങ്ങളായ ഹോം ബൗണ്ട്, ദുരന്തർ, ദെൻ മലയാളത്തിലെ തുടരും, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ദെൻ ചാവ, റോന്ത്, ദെൻ കന്നഡയിൽ നിന്ന് കാന്താര ദി ലെജൻഡ്, ഹിന്ദി ചിത്രമായ സ്റ്റോളൻ. ഈ സിനിമകളൊക്കെയാണ് എനിക്ക് ഈ വർഷത്തെ മികച്ചതെന്ന് തോന്നിയ ഇന്ത്യൻ സിനിമകൾ എന്ന് പറയും. ഒരുപാടെണ്ണമുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ തന്നെ അധികം ചർച്ച ചെയ്യാത്ത സിനിമകൾ ഒരു പക്ഷേ ഇപ്പോൾ ഹോം ബൗണ്ട് കിടിലം പടമാണ്. ഒരു ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങി ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. ഐ തിങ്ക് ഇത് ഓസ്കാറിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇന്ത്യൻ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി എന്തോ ആണ്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കിടിലം പടമാണ്. റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പടമാണ്. എനിക്ക് കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം നമ്മളെ 12th ഫെയിൽ കണ്ടില്ലേ, എനിക്ക് ആ ഒരു വൈബാണ് ഇതിൽ കിട്ടിയത്. അപ്പോൾ അതേപോലത്തെ സിനിമ എന്നല്ല, പക്ഷേ ഇതിൻ്റെ പോക്ക് കണ്ടപ്പോൾ ഞാൻ ഇനീഷ്യലി അങ്ങനെ വിചാരിച്ചു. ഒരു റൂറൽ വില്ലേജിൽ താമസിക്കുന്ന 2 ചെറുപ്പക്കാർ പോലീസ് അക്കാഡമിയിൽ കയറണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്രയത്നമാണ് അല്ലെങ്കിൽ അവരുടെ ജേണിയാണ് കാണിച്ചു തരാം. അത് എവിടെ പോയി അവസാനിക്കണം എന്നുള്ളതാണ് സിനിമ കാണിച്ചത്, അവസാനം കൊണ്ട് എത്തിക്കുക. അത് എത്തുമ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഫിനാലയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പടമാണ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്. പിന്നെ ദുരന്തർ അറിയാലോ, നമ്മളെ ഇനീഷ്യലി നല്ല ഒരുപാട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ പിന്നീട് പടം അങ്ങോട്ട് കയറി കൊളുത്തിയിട്ട് ഒരു പോക്കാണ് ഇപ്പോൾ പോകുന്നത്. സ്റ്റിൽ നല്ല ഗംഭീരമായിട്ട് റൺ. എൻ്റെ ഈ ലോക്കൽ അല്ലെങ്കിൽ എൻ്റെ ഹോം ടൗണിലൊക്കെ നല്ല റണ്ണാണ്, ഹൗസ്ഫുള്ളായിട്ടൊക്കെയാണ് ഈ പടം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞിട്ടും. ദെൻ സ്റ്റോൾ എന്ന് പറഞ്ഞൊരു പടം കൂടിയുണ്ട്. ഇതൊക്കെ ഈ ബാക്കിയുള്ള പടങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പടങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാതിരുന്നത്. ഈ പറയുന്ന സ്റ്റോളനും ഞാൻ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പടമായിരുന്നു, അധികം പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ഇറങ്ങിയ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കളിച്ചിറങ്ങിയ ഒരു പടമായിരുന്നു. ഞാനത് ആമസോൺ പ്രൈം വീഡിയോയിലോ അതിൽ ഡയറക്റ്റായിട്ട് OTT ഇറങ്ങിയപ്പോഴാണ് ഞാനത് കണ്ടത്. ഇതും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് എന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു ചെറിയൊരു പ്ലോട്ടാണ്, ചെറിയൊരു പ്രിമേസ്. നമ്മൾ ഈ ചില ഹോളിവുഡ് പടങ്ങളും ചെറിയ കൊറിയൻ പടങ്ങളൊക്കെ കാണില്ല, അതേപോലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്നൊരു സാധനമാണ്. ഒരു ചെറിയ കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പരിപാടി എവിടെ പോയി അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ സർവൈവൽ ത്രില്ലർ എന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ പറയാം. ആ രീതിക്ക് പോകുന്ന ഒരു ഗംഭീര പടമാണ്. ഇപ്പോൾ ഇന്ത്യൻ സിനിമകൾ ഇത്രയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനിമേറ്റഡ് എന്നുള്ളൊരു കാറ്റഗറി എടുത്താൽ നെച്ചാട്ടു അല്ലെങ്കിൽ ന്യൂജാട്ടു, പ്രൊനൗൺസിയേഷൻ അങ്ങനെ എന്തോ ആണ്, വേറെ ലെവൽ. ഫസ്റ്റ് പാർട്ടൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിലായിരുന്നു സെക്കൻഡ് പാർട്ട്. ദി ഹയസ്റ്റ് ഗ്രോസിങ് ആനിമേറ്റഡ് ഫിലിം എവർ ആണ് ഇൻ ചൈനീസിലൊക്കെ. അത്ര അധികം കളക്ഷൻ കിട്ടിയിരുന്നു ഈ ഒരു പടം. അത് കഴിഞ്ഞ് അവിടെ എല്ലാം റണ്ണായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ വന്നത്. ഇവിടെ എൻ്റെ അടുത്ത ഹോം ടൗണിലടക്കം ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഇത് ഐ തിങ്ക് ഐമാക്സിലൊക്കെ റിലീസ് ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. അതിലൊക്കെ കാണാമായിരുന്നു ഈ സാധനം. അമ്മാര് വിഷ്വൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഷിയർ ബ്രില്യൻസ് എന്ന് തന്നെ പറയണം. ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ചെറിയ കുട്ടികൾക്ക് എന്നല്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അജാതി വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നെച്ചാട്ടു അല്ലെങ്കിൽ ന്യൂചാട്ടു. തീർച്ചയായിട്ടും കണ്ടുപോക്കുക കണ്ടിട്ടില്ലെങ്കിൽ. ദെൻ പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലർ എന്ന് പറഞ്ഞൊരു സിനിമ ഒരു ഡയറക്റ്റ് OTT റിലീസായിട്ട് പുറത്തിറങ്ങിയ പടമായിരുന്നു ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെ. നമ്മുടെ പ്രഡേറ്റർ ഫ്രാഞ്ചൈസിലെ ഒരു സിനിമയായിരുന്നു. ഈ നമ്മുടെ പ്രഡേറ്ററിന് തന്നെ ബാഡ് ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് പുറത്തിറങ്ങിയ ഒരു പടമാണ്. ആൻഡ് ഇതിലെ ആനിമേഷൻസും ഇതിലെ വയലൻസും ഇതിലെ സ്റ്റോറി ടെല്ലിങ് എല്ലാം ഒരു ആന്തോളജി മോഡലാണ് ഈ സാധനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് അത് കത്തിക്കയറി വേറെ ലെവലിലേക്ക് പോയൊരു സാധനമായിരുന്നു. പൊളി സാധനം. ദെൻ ചെയിൻസ് ഓഫ് മാൻ്റെ റീസി ആർക്ക്. അത് ചെയിൻസ് ഓഫ് മാൻ്റെ സീരീസ് നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഫസ്റ്റ് ആർക്ക് ഫസ്റ്റ് സീസണായിട്ട് സിനിമയായിട്ട് പുറത്തിറക്കിയ ഒന്നായിരുന്നു. ഇതും നല്ലൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു. ഇതേപോലെ തന്നെ ഡീമോൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുക, ഈ നമ്മളിവിടുത്തെ തമിഴ് പടമൊക്കെ പോലെയാണ് ഇവിടെ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്ത് ഈ ഒരു സിനിമയൊക്കെ. അല്ലെങ്കിൽ ആ ഒരു ആനിമി ഫാൻഡോ, ആനിമയുടെ ആ ഒരു ആനിമി കൾച്ചർ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഡീമോൺ സ്ലെയറിനൊക്കെ കിട്ടിയ റിസപ്ഷൻ. സോ ഇനി ആനിമേറ്റഡ് കഴിഞ്ഞ് ഇനിയിപ്പം ബാക്കിയുള്ള നോൺ ഇന്ത്യൻ അല്ലെങ്കിൽ ഹോളിവുഡ്, ബാക്കിയുള്ള ഹോളിവുഡും കൊറിയനും ആ രീതിക്ക് ബാക്കിയുള്ള സിനിമകളൊക്കെ ഏതൊക്കെ നോക്കിയാൽ ഇനീഷ്യലി തുടക്കത്തിൽ തന്നെ പറയേണ്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഞാൻ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു കാഷ്വൽ വാച്ച് എന്ന രീതിയിലാണ് ഈ സിനിമയ്ക്ക് പോയതെങ്കിലും
കിട്ടിയ ഒരു എഫക്റ്റ് തിരിച്ച് ചെറുതൊന്നായിരുന്നില്ല. മിക്കവരുടെയും ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ലിസ്റ്റിൽ എന്തായാലും ഇടപെടുന്നുള്ളത് തീർച്ചയാണ്. ഡിക്കാപ്രിയൊക്കെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇമ്മാതിരി ഒരു ഫോമിൽ കാണുന്നത്. മൂപ്പര് ശരിക്കും എല്ലാവരും ഫയർ, എല്ലാവരും ഫോമായിട്ടുള്ള എന്നാൽ വലിയൊരു സംഭവമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. വളരെ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ പോകുന്ന അതിൻ്റെ ആ ഒരു ക്ലൈമാക്സിലൊക്കെ ഉള്ള സീനൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കേട്ടത് അതൊന്നും ഇതിലില്ലായിരുന്നു അത്ര. അതായത് സ്ക്രിപ്റ്റിലില്ലാത്ത സീനൊക്കെ ആയിരുന്നു അത്ര. ആ ഒരു കാറ് പോകുന്ന ആ ഒരു വേവ് പോലെ പോകുന്ന സീനൊക്കെ, അതൊക്കെ ഈ ഒരു ഐക്കോണിക് സിനിമാറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയില്ല, ആ രീതിക്ക് നമ്മൾ തിയേറ്ററിൽ ഞാൻ ഒന്നും അധികം ആളില്ലാണ്ട് ഞാൻ കണ്ടത്. ഒരു 4-5 പേരുന്നുണ്ടായിരുന്നുള്ളൂ ടോട്ടലി ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ കാണുമ്പോൾ എൻ്റെ ലോക്കൽ ടൗണിൽ. പക്ഷേ ആരും വേണ്ട ഈ സിനിമയ്ക്ക്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയും. മറ്റേ ചിലപ്പോൾ ക്രൗഡിൻ്റെ കൂടെ ഇരുന്നിട്ട് അവർ അർമാദിച്ച് കാണേണ്ട കുറേ പടങ്ങളുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും, ഇത് എല്ലാം നമ്മൾ മറന്ന് കംപ്ലീറ്റ്ലി ആ ഒരു മൂവിനകത്ത് നമ്മൾ പെട്ട പോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ പറഞ്ഞ സിനിമ തന്നത്. ദെൻ വാർഫെയർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, A24ൻ്റെ പടം. ഇത് ഐ തിങ്ക് ഞാൻ ഐമാക്സിൽ കണ്ട പടമാണ്. ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. ദെൻ കുറച്ച് സൂപ്പർ ഹീറോ സിനിമകൾ, നമ്മുടെ മാർവലിൽ നിന്ന് DC നിന്ന് കുറേ സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു. എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ തണ്ടർ ബോൾട്സും ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും ദെൻ സൂപ്പർമാൻ, ഈ സിനിമകളൊക്കെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പടം. ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ മാർവൽ സിനിമകളിലും സീരീസുകളിലൊക്കെ അവസ്ഥ നമുക്കറിയായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് ഒരു ക്വാളിറ്റി ഉള്ള ഐറ്റം നമുക്ക് കിട്ടിയത് ഈ ഒരു വർഷമാണ്. ദെൻ ദി ലോസ്റ്റ് ബസ് എന്നൊരു പടം ആപ്പിൾ TV+ലൂടെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാത്യു മക്കനൊക്കെ പ്രധാന വേഷത്തിലൊരു പടമാണ്. ഇതും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഒരു ചിക്കാഗോയിലോ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു കാട്ടുതീ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു സിനിമ. ദെൻ റൂഫ്മാൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഐ തിങ്ക് ഇത് ഞാൻ റിവ്യൂ ഇട്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനത്തെ കുറേ പടങ്ങൾ ഞാൻ മിസ്സായി പോയിട്ടുണ്ട് പറയാൻ, അതായത് റിവ്യൂ ഇടാൻ വിട്ടുപോയത്. ഇത് ഞാൻ റാൻഡംലി കണ്ടൊരു പടമാണ്. പക്ഷേ എനിക്ക് ഈ ചാനിങ് ടാറ്റത്തിൻ്റെ ഗംഭീര ഒരു മാതിരി ഒരു ഫീലാണ്. നമുക്കിത് ശരിക്കും റിയൽ ലൈഫായിട്ട് നടന്നൊരു ഇൻസിഡൻസിന് ബേസ് ചെയ്തിട്ടാണ് ഇത് പടം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് നമ്മുടെ ഈ മെക്ഡൊണാൾഡ്സ് ഇല്ലേ, അവിടെ മോഷ്ടിക്കുന്ന ഒരാളുണ്ട്. ഒരു 10-40 വട്ടം അവിടെ കയറിയിട്ട് സ്ഥിരം ഒരു മെക്ഡൊണാൾഡ്സ് കള്ളൻ എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ട ഒരാൾ. അവരുടെ ആ ഒരു റൊട്ടീൻ അവർ മനസ്സിലാക്കി പിടിക്കപ്പെട്ടു. ആൾ ജയിലിൽ പോയി. ഈ ആൾ ജയിലിൽ ചാടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ റൂഫിൽ പോയിട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. ഇയാളെ റൂഫ്മാൻ എന്ന് പറയാൻ കാരണം തന്നെ മെക്ഡൊണാൾഡ്സിൻ്റെ റൂഫ് പൊളിച്ചിട്ടാണ് ഇങ്ങനെ ആൾ അകത്ത് കയറിയിരിക്കുക. ഇയാൾ ജയിലിൽ ചാടി ഈ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിൽ പോയിരുന്ന് അറൗണ്ട് എത്രയോ മാസമോ എത്രയോ വർഷം എന്തോ അതിന് മുകളിൽ മൂപ്പര് താമസിക്കും. സോ അവിടെ വെച്ച് എന്തൊക്കെ നടക്കും, പിന്നെ അവിടെ പുറത്തിറങ്ങിയിട്ട് മൂപ്പര് എന്തൊക്കെയാണ് ചെയ്യുക എന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല, എന്നാൽ കോമഡി ഫീൽഡായിട്ടും നല്ല ഫണ്ണായിട്ട് പോകുന്നൊരു പടമാണ്. എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കണം. നല്ലൊരു ഫാമിലി ആയിട്ട് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയ നല്ലൊരു കിടിലം പടമാണ് റൂഫ്മാൻ. ദെൻ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന പടം, നമ്മൾ ഓൾറെഡി ഞാൻ ഈ പടം ഹൊറർ എന്ന ഒരു കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഗുലർമൽ ഡെൽ ടോറയുടെ ഒരു ക്ലാസിക് റീടെല്ലിംഗ് ഓഫ് ദി മോൺസ്റ്റർ സ്റ്റോറി, അല്ലെങ്കിൽ ക്ലാസിക് സ്റ്റോറി എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല കിടിലൻ എക്സിക്യൂഷൻ ആയിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ വേറെ ലെവലായിരുന്നു. then ഇതുപോലെ തന്നെ ഹൊററിൽ നമുക്ക് വെപ്പൺസ് എന്നൊരു പടമുണ്ട്. ഇത് ബാർബേറിയൻ എന്ന സിനിമയുടെ ഡയറക്ടർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് ഹൊററിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്, ഈ ഒരു ഫ്രാഞ്ചൈസ് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി നിന്നു. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കിഡിലിനായിട്ട് മൂപ്പര് ഇട്ടത്. മൂപ്പര് ഓൾറെഡി പ്രേ എന്ന് പറഞ്ഞ സിനിമ ഡയറക്ടർ ചെയ്ത സംവിധായകനാണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ കില്ലർ ഓഫ് കില്ലർ, അത് മൂപ്പര് തന്നെയാണ് സംവിധാനം ചെയ്തത്. ആളുടെ അടുത്തൊരു ബാങ്കർ ഐറ്റം, ഒരു പക്ക തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് മാസ് പടം കാണുന്ന രീതിയിലുള്ള സെറ്റപ്പായിരുന്നു. പ്രഡേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറിനെ ഒരു ഹീറോയിസം അല്ലെങ്കിൽ ഒരു പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടറായിട്ട് കൊണ്ടുവച്ചിട്ട് പ്ലേസ് ചെയ്ത രീതിയിലൊരു പ്രോപ്പർ വേൾഡ് ബിൽഡിങ്, നമ്മൾ ആദ്യമായിട്ടൊരു അവതാറൊക്കെ കാണില്ലേ, ആ രീതിയിലായിരുന്നു എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ കാണുമ്പോൾ. ദെൻ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഫൈനൽ റെക്കണിങ്, ഇത് കുറേ പേർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ കണ്ടത്. ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റ്, എല്ലാ സീക്വൻസുകളും, ഓരോ ഡയലോഗുകളും, ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ക്ലോഷറും എല്ലാം തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. സോ എൻ്റെ ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ ഈ കൊല്ലത്ത് എന്തായാലും മിഷൻ ഇമ്പോസിബിളിൻ്റെ ഫൈനൽ റെക്കണിങ് എങ്ങനെ പോലും പെടും. ദെൻ F1 പറയാൻ വേണ്ട, ഐമാക്സിൽ ഞാൻ പ്രീമിയറാണ് കണ്ടത്. അതും ഐമാക്സിൽ ഈ ഫ്രണ്ട് റോ സീറ്റിൽ ഞാൻ സീറ്റ് കിട്ടാണ്ട്, ഈ ലോഞ്ചർ സീറ്റല്ല, അതിന് തൊട്ട് പുറകിലുള്ള സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. ഞാൻ പോയി എന്ന് തന്നെ വിചാരിച്ചാണ്, എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ആവും. വെറുതെ ഇങ്ങനെ വേന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ മുഖത്തിന് വായിക്കകത്ത് പോയിരുന്ന് കാണണം എന്നുള്ള സിറ്റുവേഷനിലാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ആയിരുന്നു ബെസ്റ്റ് പൊസിഷൻ എനിക്ക് തോന്നി. കാരണം ആ പടം കാണാൻ കംപ്ലീറ്റ്ലി ഒരു F1 ട്രാക്കിനകത്ത് ഇമേഴ്സ് ആയ പോലെയായിരുന്നു എനിക്ക് ഐമാക്സിൽ ഈ പടം കണ്ടപ്പോൾ കിട്ടിയത്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ദെൻ ബല്ലറിൻ എന്ന് പറഞ്ഞ പടം
നമ്മുടെ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ പടമായിരുന്നു. അനാ ഡി ആർമസ് പൊളിച്ചടിക്കുന്ന സാധനം. ഇത് ഞാനൊരു പ്രീമിയറാണ് കണ്ടത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദെൻ സിന്നേഴ്സ് എന്ന് പറയാം, നമ്മുടെ റയാൻ കുഗ്ലർ സംവിധാനം ചെയ്ത മൈക്കിൾ ബി ജോർഡൻ ഡുവൽ വേഷത്തിൽ അല്ലെങ്കിൽ ഡബിൾ റോളിൽ എത്തിയ പടം. ഐമാക്സ് ഒറിജിനലായിട്ട് ഇറക്കിയ പടമായിരുന്നു, അല്ലെങ്കിൽ ഫിലിം ഫോർ ഐമാക്സ് ആയിരുന്നു. ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള, വെറുതെ കൺവേർട്ടഡ് ടു ഐമാക്സ് ആയിരുന്നില്ല. അപ്പോൾ ഇത് ഐമാക്സ് കാണുമ്പോൾ പെഡായിരുന്നു. ദെൻ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ലൈവ് ആക്ഷൻ. ഞാനിത് വരുന്ന സമയത്ത്, എനിക്ക് ട്രെയിലറൊക്കെ ഇനീഷ്യലി വന്ന സമയത്ത് ഞാനിത് എന്തിനാണ് ഇതിനിപ്പോൾ എടാ അടിപൊളി സാധനം, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ലൈവ് ആക്ഷനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇനീഷ്യലി ഞാൻ വിചാരിച്ചത്. ഇവരാവശ്യമില്ല ശരിക്കും. അത് പ്രോപ്പർ ട്രയോളജിയാണ്, അല്ല പ്രോപ്പറായിട്ടും കൂടി നിർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് എടുക്കാനൊന്നുമില്ല. ആനിമേഷൻ്റെ പീക്കായിരുന്നു. പക്ഷെ അതിനെടുത്തിട്ട് അതിൻ്റെ അതേ എസെൻസോടെ അതേ സോളോടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സാധനം. എല്ലാ ആസ്പെക്ട്സുകളും അടിപൊളി. എങ്ങനെയായിരുന്നു നമ്മൾ ആ ഒരു ആനിമേറ്റഡ് മൂവി ഇഷ്ടപ്പെട്ട് കണ്ടത്, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയ രീതിയിലായിരുന്നു ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ഈ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനും. ദെൻ ദി ഷാഡോസ് എഡ്ജ് എന്ന് പറഞ്ഞൊരു പടമാണ്. ഇത് ചൈനീസ് പടമാണ്, നമ്മുടെ ജാക്കി ചാൻ പടമാണ്. ജാക്കി ചാൻ്റെ സ്ഥിരം ടിപ്പിക്കൽ ആക്ഷൻ സാധനങ്ങളൊന്നുമില്ല, കുറവാണ്. മൂപ്പര് ബാക്കിയുള്ളവർ ട്രെയിൻ ചെയ്യുന്നുള്ള രീതിയിലാണ്. ഇതൊരു പ്രോപ്പർ സ്പൈ ത്രില്ലർ എന്ന രീതിയിൽ പോകുന്നൊരു പടമാണ്. ഒരു ഷാഡോസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അവരെ പിടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാരെ മൂപ്പര് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു സ്പൈ സർവൈലൻസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അണ്ടർ കവർ സെറ്റപ്പ്. സോ അതിന് വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സെറ്റപ്പാണ് ഇതിൽ മുഴുവനായിട്ടും. ദെൻ വേക്കപ്പ് ഡെഡ് മാൻ, നമ്മുടെ നൈഫ്സ് ഔട്ടിൻ്റെ ഏറ്റവും പുതിയ പടം. ഈ നൈഫ്സ് ഔട്ട് ഫ്രാഞ്ചൈസിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മൂന്നാമത്തെ പടമാണെന്ന് പറയാം. ദെൻ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇതൊരു ഇറാനിയൻ പടമാണ്. ആൻഡ് ഈ പടത്തിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പറയാം, ഇനീഷ്യലി നമ്മളത് കാണുമ്പോൾ ഇതെന്താ നടക്കുന്ന ഒരു പിടുത്തം കിട്ടില്ല, വലിയ മെല്ലെയാണ്. ഇത് സംബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി, ഒരു അച്ഛൻ, അമ്മ, ഒരു കുട്ടി, എല്ലാവരും കാറിൽ പോകുന്ന സമയത്ത് രാത്രി ഒരു ആക്സിഡൻറ്റ് ഉണ്ട്. ഒരു പട്ടീനെ കാറിടിയും. ആ ആക്സിഡൻറ്റിന് തുടർന്നത് പിന്നീട് അങ്ങോട്ട് എന്തൊക്കെ നടക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ഇത്രയുള്ള പരിപാടി. പക്ഷേ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ സ്പോയിലറായിട്ട് ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്താണെന്ന് പറയാം. ഈ ആക്സിഡൻ്റ് ആയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ പോകും. ഇത് വേണം എന്നുള്ളവർ മാത്രം കേട്ടാൽ മതി, അല്ലാത്തവർ വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാം. ഇവരിങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് ഈ വർക്ക്ഷോപ്പിൽ പോകും. ആ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ ആ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഈ ആൾ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ ചങ്ങായി, നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് വന്ന ആൾക്ക് ഒരു കാലില്ല കേട്ടോ. അപ്പോൾ ആ ആളുടെ കാലില്ലാത്തത് പരിപാടി കേട്ടപ്പോൾ മൂപ്പർക്ക് എന്തോ ഡൗട്ട് അടിച്ച് മൂപ്പർ എന്നിട്ട് ആളെ തട്ടിക്കൊണ്ടുപോയി. കുറേ പേര് കൂടെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതെന്താ സംഭവം എന്നുള്ളതൊക്കെ, അതായത് എന്തിനാണ് ഇവർ തട്ടിക്കൊണ്ട് പോകുന്നത്, എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആസ്വാദനത്തിൽ ബാധിക്കും. കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. തുടക്കത്തിലൊക്കെ നമുക്ക് ഒരു ബ്ലാക്ക് കോമഡി രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന രീതിയിലൊക്കെ പോകുകയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നീട് പോകെ ഈ സാധനം ഭയങ്കര സീരിയസ് ആയിട്ട് മാറും. സോ ഇന്ന് ആലോചിച്ച് നോക്കുക, ഒരു പട്ടീനെ ഇടിച്ചു എന്ന് പറഞ്ഞൊരു ആക്സിഡൻറ്റിൽ തുടങ്ങിയിട്ട് ഇത് എവിടെ പോയി എൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റിയൊരു പേര് തന്നെയാണ് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്. ദെൻ നോ അതർ ചോയ്സ് എന്ന് പറഞ്ഞൊരു പടമാണ്. ഇതൊരു കൊറിയൻ പടമാണ്. ഈ സിനിമയും ഇതേപോലത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ചർച്ച ചെയ്യുന്ന ഒരു സറ്റൈറിക്കൽ ബ്ലാക്ക് കോമഡി രീതിയിലുള്ളൊരു പടമാണെന്ന് പറയാം. ഇതിന് മെയിൻ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷനാണ് സിനിമ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ, AI, ഇതിൻ്റെയൊക്കെ ഓവർ യൂസ് കാരണം നമുക്ക് ബാക്കിയുള്ളവർക്കൊന്നും വർക്കില്ല. സോ ഈ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ഇവർക്കൊന്നും വർക്കില്ലാതെ വരുന്ന സമയത്ത് ഒരാൾ ജോലിക്ക് വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകുന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിച്ചു തരിക. വേറെ വഴിയൊന്നുമില്ല എന്നതാണ് ഈ നോ അതർ ചോയ്സ്. എന്ത് വഴിയാണ് മൂപ്പര് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. കണ്ടുപോകാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി നമുക്കിത് ഈ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് പറഞ്ഞ പോലെ തന്നെ സംഭവം പ്രസൻറ്റേഷൻ ഭയങ്കര കോമഡി രീതിയിലാണ്, ബ്ലാക്ക് കോമഡി രീതിയിൽ അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണിക്കും. പക്ഷേ ഡീപ്പറായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിനും കൊടുക്കാൻ പറ്റുക, ഇതിലും നല്ലൊരു പേര് വേറെ ഇല്ല എന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. നോ അതർ ചോയ്സ് ഇതും നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഇത്രയും സിനിമകളാണ് എനിക്ക് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സിനിമകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതേപോലെ തന്നെ സീരീസിൻ്റെ കാറ്റഗറി നമുക്ക് ചെയ്യാണ്ടത് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിൽ തന്നെ ഞാൻ കുറേ സിനിമകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എനിക്കൊരു ദി ബെസ്റ്റ് എന്നോ അല്ലെങ്കിൽ ദി ടോപ്പ് എന്ന് പറയുന്ന സിനിമകൾ മാത്രമേ എനിക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആൻഡ് ഒരിക്കൽ കൂടി പറയും, ഇത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതേപോലെ തന്നെ 2025 നിങ്ങൾ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. മറ്റേ സീരീസിൻ്റെ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.